പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ എമ്പുരാനാണല്ലോ ഇപ്പോഴത്തെ ചർച്ച. ചിത്രം 100 കോടി ക്ലബിലെത്തിയെന്ന് അറിയിച്ച് അതിന്റെ പിന്നണി പ്രവർത്തകർ ഷെയർ ചെയ്ത പോസ്റ്റിൽ നമ്മൾ കണ്ട ഒരു വാചകം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതിനെക്കുറിച്ചാണ് ഇനി. ദി സിക്കാഡ ഹിംസെൽഫ് എന്നാണ് ആ വാചകം. എന്താണ് ഈ സിക്കാഡ? ചിത്രത്തിൽ ഒരു മോതിരം കാണിക്കുന്നുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയും അബ്രാം ഖുറേഷിയുടെയും കയ്യിലുള്ളതാണ് ആ മോതിരം. അതിലുള്ള ആ എംബ്ലവും ഈ സിക്കാഡ പോസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതറിയില്ല. പക്ഷേ സിക്കാഡ എന്താണെന്ന് നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. 2012 തുടങ്ങി 2014 അവസാനിച്ച 8 സെറ്റ് സൈബർ പസിലാണ് സിക്കാഡ. 2012 ജനുവരി 4 ഈ സീരീസിലെ ആദ്യ പോസ്റ്റ് പുറത്തു വരുന്നത്. ഇത് ഏകദേശം 1 മാസത്തോളം നീണ്ടു നിന്നു. രണ്ടാം ഘട്ടം തുടങ്ങുന്നത് അടുത്ത വർഷം ഏകദേശം ഇതേ സമയത്ത് തന്നെ. ഇന്റർനെറ്റിൽ ഇക്കാലത്തിനിടയ്ക്ക് വന്ന ഏറ്റവും സങ്കീർണമായ പസിൽസ് ആയാണ് സിക്കാഡ 3301 വ്യാഖ്യാനിക്കുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും ചടുലവും ബുദ്ധിപരവുമായി കോഡ് സോൾവ് ചെയ്യുന്നയാളെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ഇത് പോസ്റ്റ് ചെയ്തത് ഒരു അന്തർദേശീയ സംഘടനയാണെന്നും അവർക്ക് ചില നിഗൂഢ ബന്ധങ്ങളുണ്ടെന്നും അക്കാലത്ത് ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഏതോ രഹസ്യ സംഘടനയ്ക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയുടെ നിർമ്മിതിയായിരുന്നു ഇതെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. ഈ ലോകത്തിലെ അതിബുദ്ധിമാന്മാരായ ആളുകളെ തേടുകയാണ്. അവരെ കണ്ടെത്തുന്നതിനായി ഒരു പരീക്ഷണം വികസിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ലോകത്തിലെ അതിബുദ്ധിമാന്മാരായ ആളുകളെ തേടുകയാണ്. അവരെ കണ്ടെത്തുന്നതിനായി ഒരു പരീക്ഷണം വികസിപ്പിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഒരു സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് കണ്ടെത്തുക. അത് നിങ്ങളെ ഞങ്ങളിലേക്കുള്ള വഴിയിലേക്ക് നയിക്കുമെന്നായിരുന്നു അവരുടെ വാചകം. ഈ പസിൽസിൽ ചോദ്യങ്ങൾക്കൊപ്പം ചില സൂചകങ്ങളും ഉണ്ടായിരുന്നു. ആദ്യ 2 ചോദ്യങ്ങൾക്കും ഇതുണ്ടായിരുന്നു. പക്ഷേ മൂന്നാമത്തെ ചോദ്യത്തിന് സൂചകമില്ല. അത് ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വ്യാഖ്യാനം. എൻക്രിപ്ഷൻ, ഡിക്രിപ്ഷൻ, ക്രിപ്റ്റോഗ്രഫി എന്നീ ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഈ പസിൽസ് പരിഹരിക്കുന്നത്. ആദ്യത്തെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ മറ്റൊരു പ്രശ്നം നൽകുകയുള്ളൂ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചോ ഫലത്തെക്കുറിച്ചോ ആർക്കും ഒരു ധാരണയുമില്ല. ഈ പസിലിന്റെ സ്രഷ്ടാവിനെ പോലെ തന്നെ അതും നിഗൂഢമാണ്. സിക്കാഡ 3301 ഒരു നിഗൂഢ സംഘടനയാണെന്നും അതല്ല ആരാധനാ കേന്ദ്രമോ മതമോ ആണെന്ന് വിശ്വസിച്ചവരും കുറവല്ല. മറിച്ച് ഇതൊരു അന്തർദേശീയ റിക്രൂട്ടിംഗ് ഏജൻസിയാണെന്നും അവർ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും പറയുന്നവരുമുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ അത് ഏത് രാജ്യത്തിന്റെ, ഏത് സംഘടനയുടെ, അവർ പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടി എന്നീ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കാലാകാലങ്ങളിൽ പല പല ചാരസംഘടനകൾ ആഗോളതലത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയതായി അന്തർദേശീയ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ സിക്കാഡ 3301 കാര്യത്തിൽ അത്തരത്തിലൊരു സാധ്യത തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ സ്ഥിരീകരണവുമില്ല എന്നതാണ് വസ്തുത. ഒരു രഹസ്യ സംഘടനയാണെങ്കിൽ അവർ ലക്ഷ്യം വെച്ചത് എന്തായിരിക്കും? അതിന് തടയിടാൻ കഴിഞ്ഞോ? അതല്ല അവർ ലക്ഷ്യത്തിലേക്ക് എത്തിയോ? തുടങ്ങിയ ചോദ്യങ്ങളും ബാക്കിയാണ്. ഇതിനിടെയാണ് ദി സിക്കാഡ 3301 എന്ന പേര് വീണ്ടും ചർച്ചയാകുന്നത്. എമ്പുരാനിൽ അധോലോക സംഘടനകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ സിംബലായാണ് ഇതിനെ ഉപയോഗിക്കുന്നത് എന്നും വ്യാഖ്യാനങ്ങൾ ഉയരുന്നു. എന്തായാലും എമ്പുരാനൊപ്പം സിക്കാഡയും ചർച്ചയാവുകയാണ്. ഖുറേഷിയുടെ മോതിരത്തിലെ ചിഹ്നം കേവലം ഒരു ചിഹ്നമല്ല.